entire Karnataka is excited. We are very happy to all the Karnataka youngsters and all the section of the people from old age to youngsters. They prayed, they loved, they gave their strength. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്റെ IPL വിജയാഘോഷത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ട് 7 പേർ മരിച്ചു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 50-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 6 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. അനിൽ വാസുദേവ് തുടരുന്നുണ്ട്. അനിൽ, ഈ 2020 ലോകകപ്പ് നേടിയ അനിലിലേക്ക് വരാം. ഇപ്പോൾ DK ശിവകുമാർ സംസാരിക്കുന്നു തത്സമയം. And days to come, the years to come, we are going to achieve the same cup remains with RCB. അദ്ദേഹം ആ കിരീട നേട്ടത്തെക്കുറിച്ചുള്ള പ്രതികരണമാണ്. ഈ അപകടവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. അനിൽ വാസുദേവ് തുടരുന്നുണ്ട്. അനിൽ, ഈ 2020 ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീം തിരിച്ചെത്തിയപ്പോഴും സമാനമായൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് നിരവധി പേർക്ക് പരിക്കേൽക്കുന്ന നിലയിലേക്കൊക്കെ കാര്യങ്ങൾ പോയി. മരണമൊന്നും സംഭവിച്ചില്ല, ഭാഗ്യം കൊണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ, ഇതൊക്കെ മുൻകാല അനുഭവങ്ങളിൽ നിന്ന് പോലും നമ്മൾ പാഠം പഠിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായി കൂടി ഈ ദുരന്തം മാറുന്നുണ്ടല്ലോ അനിൽ. നേരത്തെ 2020 ലോകകപ്പ് ജയിച്ച ശേഷം ഇന്ത്യൻ ടീമിന് വലിയ രീതിയിലൊരു വരവേൽപ്പ് BCCI മുംബൈയിൽ നൽകിയിരുന്നു. അന്നും മുംബൈയിലെ ഈ പല മേഖലകളിലും അല്ലെങ്കിൽ ഈ വിക്ടറി പരേഡ് നടന്ന സ്ഥലത്തൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ആൾക്കൂട്ടമാണ് തടിച്ചുകൂടിയത്. അന്ന് നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു. റിജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഭാഗ്യത്തിന് മാത്രമാണ് അന്ന് ആർക്കും ജീവൻ നഷ്ടപ്പെടാതിരുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇന്ന് കാര്യങ്ങൾ മാറി. അന്നുണ്ടായ വലിയ തിക്കലും തിരക്കലും ഒന്നും തന്നെ കണ്ടുപഠിക്കാൻ ഇല്ലെങ്കിൽ അതിൽ നിന്നൊരു പാഠം ഉൾക്കൊള്ളാൻ ഈ കർണാടക സർക്കാരിന് സാധിച്ചില്ല എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. അന്ന് ഈ ഒരു സൗകര്യം ഒരുക്കാൻ അന്നത്തെ മുംബൈ സർക്കാരിനോ അല്ലെങ്കിൽ BCCIക്ക് തന്നെ മതിയായ സമയം കിട്ടിയിരുന്നു എന്ന് വേണം പറയേണ്ടിയിരിക്കാൻ. കാരണം ഇന്ത്യ അന്ന് 2020 ലോകകപ്പ് ജയിച്ചതിന് ശേഷം ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് ടീം വെസ്റ്റ് ഇൻഡീസിൽ നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് തിരിച്ചെത്തിയത്. പക്ഷേ അതിന് കൃത്യമായ സമയമുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ ഈ അഹമ്മദാബാദിലെ ടൂർണമെൻറ്റ് കഴിഞ്ഞ് ഇന്ന് 10 മണിക്കാണ് ടീം അഹമ്മദാബാദിൽ നിന്ന് തിരിക്കുന്നത്. അതിനുശേഷം ടീം വന്നിറങ്ങുമ്പോൾ മുതൽ വലിയ രീതിയിലുള്ള ആഘോഷം. ആളുകൾ രാവിലെ മുതൽ തന്നെ ഈ സ്റ്റേഡിയത്തിൻ്റെ പരിസരത്തും വിധാൻ സൗദയുടെ പരിസരത്തും ഒക്കെ തന്നെ തിങ്ങി നിറയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പക്ഷേ അപ്പോൾ തന്നെ വലിയ ആശങ്ക ട്രാഫിക് പോലീസും ഒക്കെ തന്നെ ഉന്നയിച്ചതാണ്. മതിയായ സുരക്ഷ ഒരുക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകും. ബംഗളൂരു പോലൊരു നഗരത്തിൽ എല്ലായ്പ്പോഴും അവിടുത്തെ ട്രാഫിക്കിൻ്റെ ബുദ്ധിമുട്ടൊക്കെ തന്നെ നമുക്ക് അറിയാവുന്നതാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു വിക്ടറി പരേഡ് കൊണ്ടുവച്ചാൽ വലിയ ബുദ്ധിമുട്ടാകും എന്നുള്ള തരത്തിലൊരു കാര്യം വരുന്നു. പിന്നീട് അതിൻ്റെ ഒരു നീക്കുപോക്കിൻ്റെ ഭാഗമായി ഇത് 5 മുതൽ 6 വരെ ആക്കാം എന്നുള്ള ഒരു നിർദ്ദേശത്തിലേക്ക് സർക്കാർ തന്നെ കൊണ്ടുപോയി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അങ്ങനെ പോലീസിനേക്കാൾ ഇല്ലെങ്കിൽ അവരുടെ മുന്നറിയിപ്പുകളെയൊക്കെ തന്നെ അവഗണിച്ചുകൊണ്ട് സർക്കാർ നേരിട്ടാണ് ഈ പരിപാടി ഏറ്റെടുത്ത് നടത്തുന്നത്. അതിൻ്റെ ഒരു ദുരന്തം അല്ലെങ്കിൽ സർക്കാർ സ്പോൺസേർഡ് ദുരന്തം എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. അതിൽ വിമർശനവുമായി ഇപ്പോൾ കർണാടക BJP അടക്കം രംഗത്ത് വരുന്നുണ്ട്. അവരുടെ സമൂഹ മാധ്യമ അക്കൗണ്ടിലൂടെയാണ് ഇപ്പോൾ വിമർശനം വന്നിരിക്കുന്നത്. ഈ 7 പേരുടെ ജീവൻ നഷ്ടമായതിന് ഉത്തരവാദികൾ കോൺഗ്രസ് സർക്കാരാണെന്നും ബേസിക് അറേഞ്ച്മെൻറ്റ്സ് പോലും ചെയ്തിട്ടില്ലെന്നും ഒരു തരത്തിലുള്ള സുരക്ഷയുടെ കാര്യത്തിലും അവർ പ്രാധാന്യം നൽകിയിട്ടില്ല. ഇതിന് ഉത്തരവാദികൾക്കെതിരെ കർശന നടപടിയെടുക്കണം എന്ന തരത്തിലൊക്കെ തന്നെയാണ് ഇപ്പോൾ കർണാടക BJP അവരുടെ ട്വിറ്റർ ഹാൻഡിൽ X ഹാൻഡിലൂടെ ഇപ്പോൾ അറിയിക്കുന്നത്. ദിസ് ഇസ് എ ക്രിമിനൽ നെഗ്ലിജൻസ്, ബ്ലഡ് ഈസ് ഓൺ ദ ഹാൻഡ്സ് ഓഫ് കോൺഗ്രസ് ഗവൺമെൻറ് എന്നതാണ് അവർ അവരുടെ പോസ്റ്റിലൂടെ അറിയിക്കുന്നത്. എന്തായാലും ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഒരു തരത്തിലും കോൺഗ്രസ് സർക്കാരിനെ അല്ലെങ്കിൽ ഈ സിദ്ധരാമയ്യ സർക്കാരിന് സാധിക്കില്ല എന്ന് തന്നെ മനസ്സിലാക്കേണ്ടി. ശരിയാണ്. ഇപ്പോൾ 10 മരണം എന്നുള്ള വിവരം പുറത്തു വരുന്നു. ഈ ദുരന്തത്തിൽ മരണസംഖ്യ നേരത്തെ 7 എന്നായിരുന്നു പുറത്തു വന്നിരുന്നെങ്കിൽ ഇപ്പോൾ അത് ഏറ്റവും ഒടുവിലായി 10 പേർ മരിച്ചിരിക്കുന്നു എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. റഹീസ്, മരണസംഖ്യ ഉയരുന്നു, 10 മരണം എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. പുതിയ വിവരങ്ങൾ എങ്ങനെ റഹീസ്? മരണസംഖ്യ സത്യത്തിൽ ഓരോ നിമിഷവും ഉയർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയേണ്ടി വരും. നിലവിൽ ഇത് 10ഉം 12ഉം ഒക്കെ ആയി പറയുന്നവരുണ്ട്. പക്ഷേ ഒരു ഏകീകരിച്ച കണക്ക് എന്നുള്ള രീതിയിൽ നമുക്ക് 10 എന്ന് പറയാൻ കഴിയും. ഇപ്പോൾ ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ മാപ്പ് ചോദിക്കുന്നതായി ചില വിവരങ്ങൾ കൂടി, ഈ ഒരു സംഭവത്തിൽ ഖേദം പ്രകടിപ്പിച്ച് ക്ഷമ ചോദിക്കുന്നതായി ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അദ്ദേഹം അല്പസമയം മുമ്പ് ചില ദേശീയ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അപ്പോൾ അതിൽ അദ്ദേഹം മാപ്പ് ചോദിച്ചു എന്നുള്ളൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഇന്ന് രാവിലെ മുതൽ സത്യത്തിൽ ഈ കാര്യവുമായി ബന്ധപ്പെട്ട്
കർണാടകയിൽ വലിയ അവ്യക്തത തുടരുന്നുണ്ടായിരുന്നു. കാരണം ടീം ആദ്യമായി ഒരു കിരീടം നേടുന്നു. 18 വർഷത്തെ IPL ചരിത്രത്തിൽ ഒരു കിരീടം നേടുമ്പോൾ അത് സ്വന്തം ടൗണിൽ വന്ന് സ്വന്തം സ്റ്റേഡിയത്തിലേക്ക് രാജകീയമായി എത്തി ഒരു 1.5 കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന ഒരു പരേഡുമായി എത്തി അത് വലിയ തോതിൽ ആഘോഷിക്കാനായിരുന്നു ആദ്യഘട്ടത്തിൽ തീരുമാനിച്ചത്. അത് 3 മണിയോടെ ടീം എത്തും. ഒപ്പം തന്നെ 4 മണിക്കുള്ളിൽ സർക്കാരിന്റെ പരിപാടികൾ കഴിയും. ശേഷം അവർ സ്റ്റേഡിയത്തിലേക്ക് എത്തും. പിന്നീട് ഈ വിക്ടറി പരേഡ്, അങ്ങനെ അത് കഴിഞ്ഞ് സ്റ്റേഡിയത്തിലുള്ള പരിപാടി അങ്ങനെയൊക്കെ ക്രമീകരിച്ച് വെച്ചിരുന്നതാണ്. പക്ഷേ ഉച്ചയോടുകൂടി ബംഗളൂരു പോലീസ് അതിന് കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശം സർക്കാരിന് നൽകിയതാണ്. ഒരു തരത്തിലും തങ്ങളുടെ കയ്യിൽ അത് നിൽക്കില്ല എന്ന് പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് മെട്രോ പ്രത്യേകമായിട്ടുള്ള സർക്കുലർ ഇറക്കുന്നു. ഒപ്പം തന്നെ വിവിധ ബസ്സുകളുടെ കാര്യത്തിൽ അതിനൊരു പ്രത്യേക സർക്കുലർ വരുന്നു. അങ്ങനെ കുറേ റെസ്ട്രിക്ഷൻസ് ഒക്കെ നടത്തിയതിനു ശേഷമാണ് ഈ ടീമിനെ ഒന്നും പരേഡ് പോലും ഇല്ലാതെ ഈ ഒരു വിധാൻ സൗദയിലേക്ക് വരുന്നതിനും ശേഷം ഗ്രൗണ്ടിലേക്ക് വരുന്നതിനുമുള്ള സംവിധാനങ്ങളൊക്കെയും പോലീസ് ഒരുക്കിയത്. അതിനിടയിലാണ് എന്തുകൊണ്ട് വിക്ടറി പരേഡ് ഇല്ല എന്നുള്ള ഒരു പ്രധാന ചോദ്യം പ്രതിപക്ഷ പാർട്ടികളടക്കം ഉന്നയിച്ചത്. സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഏറ്റവും അധികം വൈറലായിക്കൊണ്ടിരുന്ന ഒരു ട്രെൻഡ് അതായിരുന്നു. ഷെയിം ഓൺ കർണാടക സർക്കാർ എന്നൊരു ട്രെൻഡിൽ അത് വലിയ തോതിൽ പ്രചരിച്ചുകൊണ്ടേയിരുന്നു. അതിന് പിന്നാലെയാണ് സർക്കാർ ഇത് തങ്ങളുടെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആക്കി മാറ്റി ശേഷം നേരിട്ട് നടപടികൾ കൈക്കൊണ്ട് റെസ്ട്രിക്ഷൻസുകളിലൊക്കെയും ഇളവ് വരുത്തിക്കൊണ്ട് അവർ അത് തങ്ങളുടെ ഒരു വലിയ അഭിമാന പ്രശ്നമായി കണക്കിലെടുത്തുകൊണ്ട് കാര്യങ്ങളൊക്കെയും അറേഞ്ച് ചെയ്തത്. പക്ഷേ അക്ഷരാർത്ഥത്തിൽ ഇതൊക്കെയും പൊട്ടി തകരുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ബംഗളൂരുവിൽ കാണുന്നത്. ഇത്തരത്തിലൊരു ക്രൗഡിനെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം മത്സരം കാണാൻ വേണ്ടി ടിക്കറ്റ് എടുത്ത് ഇത്തരത്തിൽ സ്റ്റേഡിയത്തിലേക്ക് വരുന്നവരെ പോലും പലപ്പോഴും കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതിൻ്റെ എത്രയോ ഇരട്ടി ആളുകളായിരിക്കും ടിക്കറ്റ് പോലും ഇല്ലാതെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ സ്റ്റേഡിയത്തിലേക്ക് എത്തുക. അപ്പോൾ അങ്ങനെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്ക് RCBയുടെ ലെഗസി പേറുന്ന ആ ഒരു സ്റ്റേഡിയത്തിലേക്ക് അത്രയും ആളുകൾ ഒഴുകിയെത്തിയപ്പോൾ ഒരു നിലയ്ക്കും പോലീസിന് അവരെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ആ നിലയ്ക്കാവണം ഒരു പക്ഷേ ഇപ്പോൾ ഇതിൽ DK ശിവകുമാർ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം മാപ്പ് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്, അദ്ദേഹം ഖേദം പ്രകടിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അങ്ങനെ അതൊരു വലിയ ഭരണപരാജയം എന്ന രീതിയിലേക്ക് കൂടി മാറിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഒരു നിലയ്ക്കും പോലീസിന് ഇവിടുത്തെ സ്ഥിതിഗതികൾ ശാന്തമാണ് എന്ന് പറയാൻ കഴിയാത്ത അവസ്ഥ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ആ അപകടത്തിൽപ്പെട്ടവരെയൊക്കെയും ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അതിനപ്പുറം ഇപ്പോഴും സ്റ്റേഡിയം തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. ആ സ്റ്റേഡിയത്തിലാണ് ഇപ്പോൾ RCBയിലെ ചില താരങ്ങൾ എത്തിയിട്ടുള്ളത്. ഈ പരിപാടി കൃത്യമായി നടക്കുമോ എന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തമല്ല. അത് ഇത്രയും പേർ മരിച്ച ഒരു സാഹചര്യത്തിൽ 10 മരണസംഖ്യ മാറുന്നു, അതിൽ കൂടുതൽ മരണം ഉണ്ടായിട്ടുണ്ട് എന്ന് മറ്റു ചില മാധ്യമങ്ങളൊക്കെയും റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ആ സാഹചര്യത്തിൽ എന്തായാലും ഇവിടെ ഒരു വിക്ടറി പരേഡ് നടക്കും, ഇവിടെ ഒരു ആഘോഷ പരിപാടി നടക്കുമോ എന്നുള്ള കാര്യത്തിൽ വലിയ ഉറപ്പില്ല. പക്ഷേ അപ്പോഴും അത്രയും ആളുകൾ ആ സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. അവരെ ഇനി ഏത് തരത്തിൽ കൺട്രോൾ ചെയ്യും, അവരെ പുറത്തിറക്കുന്നതും മറ്റുമായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ കുറേയധികം ആശയക്കുഴപ്പവും ആശങ്കയും ഒക്കെയും ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. മരണം 10 ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഇനി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണവും അവരുടെ പ്രതികരണങ്ങളുമാണ് ഏറ്റവും പ്രധാനമായിട്ടും വരേണ്ടത്. BJP ഹാൻഡിലുകളൊക്കെയും പ്രതിപക്ഷ ഹാൻഡിലുകളൊക്കെയും സർക്കാരിനെതിരെ വലിയ വിമർശനം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പ്രത്യക്ഷത്തിൽ തന്നെ ചില സർക്കാർ സോഴ്സുകൾ അവിടേക്ക് ആളുകൾ എത്തരുത് എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റുന്നുണ്ട്. അവരുടെ ഒരു പ്രചാരണമൊക്കെ നടക്കുന്നുണ്ട്. മെട്രോയിലടക്കം അഭൂതമായ തിരക്കാണ് ശരി. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്റെ IPL വിജയാഘോഷ പരിപാടിക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് 10 പേർ മരിച്ചു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കൂടുതൽ പേർ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവരെ ആശുപത്രികളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. 50-ലധികം പേർക്ക് പരിക്കേറ്റു എന്നുള്ളതാണ് വിവരം. ഇപ്പോഴും 6 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. സർക്കാർ സംവിധാനങ്ങളുടെ സമ്പൂർണ്ണമായ പരാജയം എന്ന വിമർശനം ഇപ്പോൾ BJP അതൊരു രാഷ്ട്രീയ വിമർശനമായി ഉയർത്തുന്നുണ്ട്. സർക്കാരിന് ഇത്രയും വലിയൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ പ്രാഥമികമായ ഒരുക്കേണ്ട സുരക്ഷ പോലും സർക്കാർ ഒരുക്കിയില്ല, പോലീസ് ഒരുക്കിയില്ല എന്നുള്ള വിമർശനമൊക്കെ അതിശക്തമായി ഉയരുന്നുണ്ട്. അത് ഒരു പരിധിവരെ ശരിയുമാണ്. കാലങ്ങൾക്ക് ശേഷം, വർഷങ്ങൾക്ക് ശേഷം, 18 വർഷത്തിന് ശേഷം ഒരു കിരീടം കിട്ടിയതിൻ്റെ സന്തോഷം അത് വലിയൊരു ആഘോഷ പരിപാടിയായി സംഘടിപ്പിക്കാനുള്ള നീക്കത്തിനിടയിലാണ് ഇങ്ങനെയൊരു വലിയ ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നത്. ഈ വാർത്തയുടെ അടക്കം വിശദാംശങ്ങൾ നമുക്ക് തേടാം.